ഞാൻ തന്നെ പൃഥ്വിരാജിനോട് ചോദിച്ചു, അല്ല എന്താണ് ഈ സംഭവം നടക്കുന്നത്? അപ്പൊ രാജു ആകപ്പാടെ ഒരു മൂഡ് ഓഫ് ആയിട്ടാണ് പൃഥ്വിരാജിനെ മാത്രം ആയിട്ട് ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും അയാൾ ഒരു സിനിമ പ്രേമിയാണ്, സിനിമയെ സ്നേഹിക്കുന്ന ആളാണ്. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, നടൻ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ്. മുൻ ചിത്രങ്ങളുടെ പ്രതിഫല വിവരങ്ങൾ കൈമാറാനാണ് നിർദ്ദേശം. 2022 ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയിരുന്നു. അപ്പോ എമ്പുരാൻ എന്ന സിനിമ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കാര്യം അത് ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് ആന്റണി പെരുമ്പാവൂർ ആശീർവാദ് സിനിമാസ് മോഹൻലാലിന്റെ വീട്, തീർച്ചയായിട്ടും മുരളി ഗോപിയുടെ വീട്ടിലേക്കും ഒരു റൈഡ്. അത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് തന്നെയാണ്. സിനിമയിൽ പറഞ്ഞ അതേ കാര്യം തന്നെ, ED കൊണ്ട് നിങ്ങളെ തൂക്കും. അടിപൊളി. ഇതാണ് BJP. സുജയ പാർവയ്ക്ക് ഇത് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സമാധാന സന്തോഷം നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. എന്തൊരു ആവേശം, എന്തൊരു ഉന്മേഷം, എന്തെന്തെന്തെന്താ ചെയ്യ. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് സുജയെ തൊട്ടടുത്ത് ഇരുത്തി അങ്ങ് പൊരിച്ചു വിട്ടത് നമ്മൾ അരുണേട്ട അല്ല പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ED വീട്ടിലേക്ക് അയക്കുന്ന ആ ഒരു പരിപാടി എന്തുകൊണ്ട് BJP നിർത്തുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിലും അരുണ് ചെറിയൊരു ഭയമുള്ളതുപോലെ എനിക്ക് തോന്നി. പലപ്പോഴും ബാലൻസ് ചെയ്തിട്ടാണ് അന്നും പറഞ്ഞത്. ഓക്കെ, എന്തായാലും നമുക്ക് ന്യൂസ് കേൾക്കാം. പൃഥ്വിരാജിന്റെ വീട്ടിലോട്ടാണ് അടുത്ത റൈഡ്. കൊള്ളാം. അങ്ങനെ തൂലിക കൊണ്ട് ഇവിടെ വലിയ ഒരു വിപ്ലവം തീർക്കാൻ നമ്മുടെ മുരളി ഗോപി തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത തൂലിക എഴുത്തിന് വേണ്ടി ഒരു ചെറിയ പോസ്റ്ററും ഇട്ടുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരു വൈറ്റ് ക്യാൻവാസിൽ ഒരു തൂലിക. നാളെ അതിലൂടെ വരാൻ പോകുന്നത് ചരിത്രമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒരുപക്ഷെ BJP ഇനി മുട്ടുമടക്കാൻ പോകുന്നത്, കേരളത്തിലെങ്കിലും മുട്ടുമടക്കാൻ പോകുന്നത് ആ തൂലികക്ക് മുന്നിലാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇപ്പൊ വരും 51 വെട്ട് കാശ്മീർ പണ്ഡിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ സത്യസന്ധമായിട്ട് ഒരു സിനിമ ചെയ്തു. ആ ഒരു സിനിമയെ നിങ്ങൾ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കുന്നു. കാശ്മീർ പണ്ഡിറ്റിന്റെ വിഷയമൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാം, ഒരു തർക്കവും വേണ്ട. 51 വെട്ടൊക്കെ കേരളത്തിൽ ഓടിയതാണ്, കാശ്മീർ പണ്ഡിറ്റും ഓടിയത് തന്നെയാണ്. നമ്മൾ സത്യസന്ധമായിട്ട് തന്നെ പറയും. വരും ദിവസങ്ങളിൽ അത് പ്രതീക്ഷിച്ചോളൂ. ആദ്യം നമുക്ക് ന്യൂസിലേക്ക് കിടക്കാം. 2022 ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതാണ്. 2022 ഡിസംബറിലാണ് പൃഥ്വിരാജിന്റെ ഓഫീസിലടക്കം ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നത്. സാധാരണഗതിയിൽ എല്ലാ വർഷവും ഇതുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പ് പരിശോധനകൾ നടത്തുന്നതാണ്. ഈ ആദായ നികുതി റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പരിശോധനകൾ നടത്തുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പരിശോധനകൾ നടത്തിയിരുന്നത്. അതിൽ തന്നെ ആ കാലഘട്ടത്തിൽ, ആ സമയത്ത് അഭിനയിച്ച ചിത്രങ്ങളുടെ പ്രതിഫലം, അതായത് എത്രത്തോളം രൂപയാണ് പൃഥ്വിരാജ് പ്രതിഫലമായി എന്നുള്ളതും അത് ആദായ നികുതി അടച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലടക്കം വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധനകൾ നടന്നിരുന്നത്. എന്ത് വലിയ വിഡ്ഢികളാണ് ഇവര്. ഒരു സിനിമാ നടന് ശമ്പളം കൊടുക്കുമ്പോൾ അത് കൃത്യമായി അക്കൗണ്ടിങ് ചെയ്യപ്പെടും. തീർച്ചയായിട്ടും അത് GST അടക്കം അടച്ച പണമായിട്ടാണ് വരുന്നത്. അങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു പരിപാടി പണ്ടുണ്ടായിരുന്നു, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ കൃത്യമായി ലീഗലൈസ്ഡ് ആണ് എന്ന് അന്ന് 2022 തന്നെ പൃഥ്വിരാജ് അത് തെളിയിച്ചതാ. എന്തിനു പറയും, നമ്മുടെ വിജയ് പോലും തെളിയിച്ച കാര്യമല്ലേ. കൃത്യമായി അക്കൗണ്ടൈസ്ഡ് ആയിരിക്കും. ഇവർക്കൊരു CA അക്കൗണ്ടന്റ് ഉണ്ടായിരിക്കും. അങ്ങനെ ആയിരിക്കും സാലറി വാങ്ങുക. ഇപ്പൊ ഈ ഒരു സിനിമ വന്നതിന് ശേഷം വീണ്ടും ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മറ്റേ കാര്യം കൊണ്ട് തന്നെ മുട്ടുകൂട്ടിയിടിക്കുന്നു. കേരള ജനങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ കിരാതത്വ ഭരണകൂടത്തിനെ അവസാനിപ്പിക്കണമെങ്കിൽ ഇവിടെ മറ്റൊരു ഭരണം വരേണ്ടി വരും. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്നും ഇതിങ്ങനെ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, ആ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങളുണ്ട്, അതിനെയെല്ലാം ഞങ്ങൾ ചവിട്ടിത്താഴ്ത്തുമെന്ന് പറയുന്നത് ശരിയാണോ? അല്ലല്ലോ. നിയമത്തെ നിയമപരമായിട്ട് തന്നെ എന്തായാലും പൃഥ്വിരാജ് നേരിടും. ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട. ഞാൻ ഒരു വീഡിയോയിലും പറയാത്ത ഒരു കാര്യം നിങ്ങളോട് പറയാണ്. പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് ഒരു കമന്റ് ഇട്ടുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുക. പരമാവധി ആളുകളിലേക്ക് എത്തുന്നില്ല എന്ന് നിങ്ങൾ തന്നെ കമന്റുകളിലൂടെ പറയുന്നത് കണ്ടുകൊണ്ട് പറയാണ്. പരമാവധി ആളുകളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഒരു കമന്റ്, ഒരു ലൈക്ക്, ഒരു ഷെയർ, ഇത് 3 ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരിലേക്കും എത്തും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലിപ്പ് ഒന്ന് കാണാം. ഇതൊക്കെയാണ് വിവരങ്ങൾ എന്നുള്ളത് കൃത്യമായി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടല്ലോ, ആ പ്രൊഡക്ഷൻ കമ്പനിയുടെ ടേൺ ഓവർ അടക്കം വ്യക്തമാക്കേണ്ടി വരില്ലേ? ഇത് വിശന്നിരിക്കുന്ന ആളുടെ മുന്നിലേക്ക് ഒരു മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി കിട്ടിയ ഫീലാണ് സുജയക്ക്. ഒരു പ്രൊഡക്ഷൻ കമ്പനിയില്ലേ, അതും കൂടി പൂട്ടിക്കണ്ടേ, അവിടെയും കൂടി തെരച്ചിൽ നടത്തണ്ടേ എന്നാണ് സുജയ പറയുന്നത്. ഈ ഒരു ഉത്സാഹമൊക്കെ തിരിച്ചും വേണം കേട്ടോ. മറ്റുള്ള വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ വലിയ രീതിയിൽ ആർജവത്തോടു കൂടി പറയുന്നു. പക്ഷേ എന്റെ പൊന്നു സുജയ ചേച്ചി, നിങ്ങൾ ഒരു RSSകാരും ഒരു BJPക്കാരും അടുപ്പിക്ക പോലില്ല. ശോഭാ സുരേന്ദ്രൻ പൊതുവേദിയിലിരുന്ന് പറഞ്ഞ കാര്യമാണ്, സുജയ നമ്മളെ പറ്റിക്കുകയാണ്, നമ്മളൊരു സംഘപരിവാറല്ല, നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി പാലൂട്ടുന്നതാണ് എന്ന് കൃത്യമായിട്ട് അറിയാം.
അത് അവർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. പക്ഷെ നിങ്ങൾ എന്നും എയറിൽ കയറാൻ തയ്യാറായി ഇങ്ങനെ മുന്നോട്ട് പോകും. ഇനി അന്വേഷണം നടക്കുമ്പോൾ ചിലപ്പോൾ BJP അല്ലെങ്കിൽ ആ ED ഒക്കെ അങ്ങ് ആകാശം നോക്കിയിരിക്കും, ഓ ഈ പഹയനെല്ലാം കറക്റ്റ് ആയിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. തീർച്ചയായിട്ടും അക്കാര്യത്തിലെല്ലാം തന്നെ ആദായനികുതി വകുപ്പിന്റെ പരിശോധനകൾ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ അറിയാൻ കഴിയുന്നത് ഇത് എമ്പുരാനുമായി ബന്ധപ്പെട്ടുള്ള വിവാദം അല്ലെങ്കിൽ അതിന്റെ ഒരു പശ്ചാത്തലത്തിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നുള്ളതാണ്. ഇത് നേരത്തെയുള്ള ചിത്രങ്ങൾ, പൃഥ്വിരാജ് നേരത്തെ അഭിനയിച്ച 2022 കാലഘട്ടത്തിൽ ആ സമയത്ത് അഭിനയിച്ച ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രതിഫലം വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പൃഥ്വിരാജ് ഹാജരാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. വിശ്വസിച്ച് 2022 ബാക്കിയാണ് ഇത് എന്ന് ഞങ്ങൾ വിശ്വസിച്ച്, അതായത് 3 വർഷം കഴിഞ്ഞിട്ടാണ് അതിന്റെ ബാക്കി വന്നത്. ഇതല്ല സിനിമയുടെ പ്രൊഡക്ഷൻ ആണോ ഇത്ര വൈകാൻ? EDക്ക് എന്തേ വരിക്ക് വന്നിട്ടുണ്ട് ചെയ്താൽ പോരെ? ഇതൊക്കെ നമുക്കറിയാമിടേ. ഈ സിനിമയിൽ പറഞ്ഞ അതേ കാര്യം തന്നെ ഇതിലെ നടന്മാരുടെ വീടുകളിലൊക്കെ വരും. BJP വളരെ കൃത്യമായിട്ട് അവരുടെ നേതാക്കന്മാർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ വാക്കുകളാണ്. EDയെ ഭയപ്പെട്ടത് കൊണ്ടാണ് മോഹൻലാൽ മാപ്പ് പറഞ്ഞത് എന്നുള്ളത് അവരുടെ പ്രവർത്തകര് വളരെ ഉത്സാഹത്തോട് കൂടിയിട്ട് അത് പറയുന്നുണ്ട്. ഈ ഒരു ഭരണകൂടത്തെ നിലനിർത്തുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കും, അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, പൃഥ്വിരാജിനെ വിളിച്ച സമയത്ത് സ്റ്റീഫനോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒന്ന് കേൾക്കാം. ഞാൻ തന്നെ പൃഥ്വിരാജിനോട് ചോദിച്ചു, അല്ല എന്താണ് ഈ സംഭവം നടക്കുന്നത്? അപ്പൊ രാജു ആകപ്പാടെ ഒരു മൂഡ് ഓഫ് ആയിട്ടാണ് പൃഥ്വിരാജിനെ മാത്രം ആയിട്ട് ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും അയാൾ ഒരു സിനിമ പ്രേമിയാണ്, സിനിമയെ സ്നേഹിക്കുന്ന ആളാണ്. അപ്പൊ അതിന്റെ സബ്ജക്റ്റിനെയാണല്ലോ പറയേണ്ടത്, അല്ലാണ്ട് പൃഥ്വിരാജ് മാത്രമാണ് അതിന്റെ അകത്ത്. സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആൾക്കാർ പല രീതിയിൽ പറയാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഇതിനൊരു വിവാദത്തിന്റെ ഒരു പശ്ചാത്തലം വരുന്നത്. അല്ലെങ്കിൽ ഞാനും ഈ സിനിമ ഫസ്റ്റ് ഡേ കണ്ട ഒരാളാണ്. തീർച്ചയായിട്ടും ഫസ്റ്റ് ഡേ കണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേനെ ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. പ്രശ്നം ഉണ്ടാക്കിയത് 4-5 പേര് മാത്രം. അവർ കേസ് പോലും കൊടുത്തില്ല, എന്നിട്ട് പോലും ഭയം കൊണ്ട് അവര് സിനിമയിൽ പേരൊക്കെ മാറ്റി. ഇനി പേരൊക്കെ എത്ര മാറ്റിയാലും മലയാളി മനസ്സിന്റെ അകത്ത് 2002 ഗുജറാത്ത് കലാപം വളരെ വ്യക്തമായിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കലാപങ്ങൾ നടന്നിട്ടുള്ള ഒരേ ഒരു സംസ്ഥാനം അത് ഗുജറാത്താണ്. ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ച് ഇങ്ങനെയൊക്കെ വാർത്തകളാക്കി എല്ലാവർക്കും അഭിപ്രായം സ്വാതന്ത്ര്യമുള്ള ഒരു കാലഘട്ടത്തൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പൊ ആർക്കും എന്ത് ഒപ്പീനിയൻ പറയാം. അപ്പൊ ആരൊക്കെ എന്തൊക്കെ പറയുന്നു അതെല്ലാം വലിയ വാർത്തകളായിട്ട് വന്നുകൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോഴൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ഒരു 4 ദിവസം ഞാൻ പോലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടില്ല. കാരണം എന്തൊക്കെയോ നടക്കുന്നു. അപ്പൊ എനിക്കിതൊരു ഐഡിയയും പിടികിട്ടിയില്ല. അപ്പൊ ഞാൻ തന്നെ പൃഥ്വിരാജിനോട് ചോദിച്ചു, അല്ല എന്താണ് ഈ സംഭവം നടക്കുന്നത്? അപ്പൊ രാജു ആകപ്പാടെ ഒരു മൂഡ് ഓഫ് ആയിട്ടാണ്. അത് പുള്ളി ഉദ്ദേശിച്ച ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നും വരണം എന്ന് ഓർത്തിട്ടല്ലോ ഒരിക്കലും ഈ ഒരു സിനിമയെ സമീപിച്ചിരിക്കുന്നത്. കാരണം സിനിമ എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ഡയറക്ടറിനെ മാത്രം ക്രൂശിക്കപ്പെടുന്നു, അതൊന്നും ഒരിക്കലും ഒരു സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. ഒരു കഥ ഇപ്പൊ തന്നെ ഞാൻ ഈ പുതിയ സിനിമ ചെയ്യുന്നു, ഇതിന്റെ കഥ എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാ ടെക്നീഷ്യൻസിനും അറിയാം, ഇതിന്റെ അകത്ത് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾക്കെല്ലാം ഇപ്പൊ ഇവനറിയാം, എന്റെ ക്യാമറമാൻ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ ഇത് മുളയിലെ തന്നെ നുള്ളിക്കളയണല്ലോ. തീർച്ചയായിട്ടും മോഹൻലാലിന് വ്യക്തമായിട്ട് കഥയും അറിയാം, സിനിമയിലെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഓരോ സീനുകളും കണ്ടതാണ്. പ്രത്യേകം ഈ പൃഥ്വിരാജിനെ ഇങ്ങനെ ചവിട്ടി താഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല. എഴുത്തുകാരനെ കുറിച്ച് മിണ്ടാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല, ഭയമാണ്. ഇവിടെ പ്രൊഡ്യൂസറെ അല്ലെങ്കിൽ സിനിമ വിതരണം ചെയ്തിട്ടുള്ള ഗോകുലം ഗോപാലേട്ടന്റെ വീട്ടിലേക്ക് റെയ്ഡ് നടത്തുന്നു. പൃഥ്വിരാജ് എന്ന സിനിമാ നടന്റെ വീട്ടിലേക്ക് റെയ്ഡ് നടത്തുന്നു. ഇനി റെയ്ഡിനെ പേടിച്ച് ഭയം കൊണ്ട് ഒരു മാപ്പ് എഴുതി കൊടുത്ത മോഹൻലാലും ഭയക്കേണ്ടിയിരിക്കുന്നു. ആന്റണി പെരുമ്പാവൂർ നിർബന്ധമായും പേടിക്കേണ്ടി വരും. കാരണം മേജർ രവി എന്ന് പറയുന്ന BJPയുടെ നേതാവ് ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട്, ആന്റണി പെരുമ്പാവൂരൊന്നും എനിക്കൊരു വിലയില്ല, അയാൾ ആര്, ഞാൻ മോഹൻലാൽ തമ്മിലാണ് ബന്ധമെന്ന്. തീർച്ചയായിട്ടും അപ്പൊ ആന്റണി പെരുമ്പാവൂരും പേടിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡാറ്റാസ് കാര്യങ്ങളൊക്കെ പക്കയാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ ഭയപ്പെടുത്തുക എന്നാണ് അവരുടെ ലക്ഷ്യം. നിങ്ങൾ അവരെ ഭയപ്പെടുത്തിയത് കൊണ്ട് കാലുമുട്ട് കൂട്ടിയിടിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ആ ഒരു ഉളുപ്പുമില്ലാതെ പണി തരാൻ ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ല തീർച്ചയായിട്ടും ഞാൻ കണ്ടെടുത്തോളം അല്ലെ എനിക്ക് മനസ്സിലായിടത്തോളം ഇതിന്റെ ഡയറക്ടറെയാണ് പൃഥ്വിരാജിനെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുത്തുന്നു. പൃഥ്വിരാജിനെ മാത്രം ആയിട്ട് ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും അയാൾ ഒരു സിനിമ പ്രേമിയാണ്, സിനിമയെ സ്നേഹിക്കുന്ന ആളാണ്, സിനിമാ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. ഇത്രയും നാൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നിട്ടില്ലല്ലോ പുള്ളിനെ സംബന്ധിച്ച്. ഇപ്പൊ ഒരു സിനിമ എടുത്തപ്പോ അതിന്റെ സബ്ജക്റ്റാണ് വിഷയമായിട്ട് ഇപ്പൊ ഇവൻ പറയുന്നത്. അപ്പൊ അതിന്റെ സബ്ജക്റ്റിനെയാണല്ലോ പറയേണ്ടത്, അല്ലാണ്ട് പൃഥ്വിരാജ് മാത്രമാണ് അതിന്റെ അകത്ത്. തീർച്ചയായിട്ടും ആ ഒരു സബ്ജക്റ്റിനെ മാത്രമാണ് പറയേണ്ടത് എന്ന കാര്യം ഓക്കെ, അത് ചർച്ച ചെയ്യാം. ഈ ഒരു സിനിമയുടെ തിരക്കഥ ഈ രീതിയിലാണ്, അത് എന്തുകൊണ്ട് അങ്ങനെ എഴുതി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചർച്ച ചെയ്തോളൂ. തിരക്കഥാകൃത്തിനെ കുറിച്ചിട്ട് മിണ്ടൂ.
പ്രൊഡ്യൂസർ, ഡയറക്ടർ, അഭിനേതാവ് അവരെങ്ങനെ പിന്നാലെ നടന്ന് വേട്ടയാടേണ്ട കാര്യമില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാം വെള്ളത്തിലിട്ട കുമിള ആ സാധനായി എന്നുള്ളതാണ്. കാലിക്കറ്റുള്ള തിയേറ്റർ അപ്സര എന്ന് പറയുന്ന 1100 സീറ്റ് ഉള്ളതാണ്. ഇത് വീണ്ടും രാധ എന്ന് പറയുന്ന തിയേറ്റർ 1000 സീറ്റ് ഉള്ളതാണ്. അപ്പൊ എല്ലാ സ്ഥലത്തും ഫുൾ ഷോസ് ഹൗസ്ഫുൾ ആയിട്ട് പൊക്കോണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു സിനിമയുടെ മൊത്തം ഷെയർ, അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഷെയർ ഞാൻ എന്റെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം കൊടുക്കുന്നുണ്ട്. അപ്പം ആലോചിച്ച് നോക്കി ഈ സിനിമയുടെ ഒരു കളക്ഷൻ എവിടെ പോകുന്നു. അപ്പൊ ആളുകൾ ഓക്കെ എന്താണ് ഇതിന്റെ അകത്തുള്ളത് എന്നുള്ള ഒരു കൗതുകത്തോടെ, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ഒരു നോർമൽ സിനിമ ചെയ്യുന്ന ഒരു ഹൈപ്പ് അല്ലല്ലോ. ഒരു മുമ്പുണ്ടായ ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്ന സിനിമ, ഒരു നടനായിട്ടുള്ള പൃഥ്വിരാജ് മറ്റ് ഭാഷകളിലൊക്കെ അഭിനയിക്കുന്ന ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരാൾ ഇതിനകത്ത് ഡയറക്റ്റ് ചെയ്യുന്നു. ലാലേട്ടൻ പോലെയുള്ള ഒരു വലിയ ഹീറോ, എല്ലാ ഇൻഡസ്ട്രിയിലും സ്വീകാര്യനായിട്ടുള്ള ഒരാൾ ഇതിന്റെ അകത്ത് അഭിനയിക്കുന്നു. അതെ, ഇന്റർനാഷണൽ ആക്ടേഴ്സ് ഒരുപാടുണ്ട്. അപ്പൊ വലിയ ക്യാൻവാസിൽ, അപ്പം അറിയാലോ ഈ സിനിമയുടെ ഒരു ചർച്ചകൾ തുടങ്ങുന്നത് സുരേഷ് ഏട്ടൻ ഒരു കാര്യം പറയുന്നു, പിന്നെ അതൊരു പോസ്റ്റ് ഇടുന്നു, പിന്നെ അത് കുറച്ച് നാൾ പോയി, അത് കഴിയുമ്പോൾ ലൈക്ക് ഇതിന്റെ അകത്തുനിന്ന് പിന്മാറുന്നതായിട്ട് വരുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ അതൊരു ഈ ഡേറ്റിൽ റിലീസ് ഉണ്ടാവുമോ എന്നുള്ള ഒരു വിഷമത്തിലൂടെ ഒരു കുറച്ചു കാലഘട്ടം അങ്ങനെ പോയി. പെട്ടെന്ന് ഗോകുലം മൂവീസിന്റെ അകത്ത് എൻ്റർ ആവുന്നു, അങ്ങനെ വരുന്നു. പിന്നെ ലാലേട്ടൻ ആന്റണി ചേട്ടൻ തന്നെ പറയുന്നുണ്ട് 30 ദിവസം കൊണ്ടിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇനിയിപ്പോ 10 ദിവസം കൊണ്ടിട്ട് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മുതൽ ഇതിന്റെ ചർച്ചകൾ ഭയങ്കര ഹൈപ്പോട് കൂടി പോയേക്കുവാണ്. അപ്പൊ ആ ചർച്ചകളാണ് ഈ സിനിമയെ ഏറ്റവും വലിയ ഒരു ഇത്രയും വലിയ കളക്ഷനിലേക്ക്. സുരേഷ് ഗോപി പറഞ്ഞ ഒരു വാക്ക് കറക്റ്റാ, ഇത് ബിസിനസ് ആണെന്ന്. സിനിമ ബിസിനസ് അല്ലാതെ ആളുകൾക്ക് ആക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നതല്ല, അത് ബിസിനസ് തന്നെയാണ്. പക്ഷേ ബിസിനസ് ആണെങ്കിലും അതിലൊരു നെറിയുണ്ട്. ആ നെറിയാണ് ഇവിടെ കൃത്യമായി ഈ ഒരു സിനിമ കാണിച്ചത്. ഗുജറാത്ത് കലാപം നമ്മൾ വീണ്ടും ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എമ്പുരാൻ എന്ന സിനിമയാണ്. ആ സിനിമയ്ക്ക് സല്യൂട്ട്, അതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും സല്യൂട്ട്. മാപ്പ് പറഞ്ഞ ആളുകൾക്ക് എന്ത് മക്കള് എന്തിനിത് കൊടുത്ത് എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഇവരുടെ നേട്ടം തന്നെയാണ്. സിനിമ വലിയ രീതിയിൽ കളക്ഷൻ വാങ്ങുന്നു. ഒരു പക്ഷെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ വാങ്ങുന്ന സിനിമയായി മാറാനുള്ള സാധ്യതകൾ ഇപ്പോഴുമുണ്ട്. കാരണം സിനിമ ഇപ്പോഴും ഹൗസ്ഫുൾ ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഓക്കെ, എന്തായാലും സിനിമ കാണാത്തവരുണ്ടെങ്കിൽ എമ്പുരാൻ എന്ന് പോയി കാണുക. വെട്ടിമാറ്റിയ ആ ഒരു ഭാഗങ്ങളൊന്നും ആ സിനിമയെ ഒരു തരത്തിലും തട്ടാനോ പിടിക്കാനോ കഴിഞ്ഞിട്ടില്ല, അത് മനസ്സിലാക്കുക. ഇനി അത് കാണാത്ത ആളുകൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം കൂടെ ഈ ഒരു സിനിമ OTT-യിലേക്കൊക്കെ വരും. OTT-യിൽ വരുന്ന സിനിമ എന്തായാലും കട്ട് ചെയ്യില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ഈ സിനിമ റിലീസ് ആയിട്ടുണ്ട്, അവിടെ നിന്നുള്ള ആളുകൾ കണ്ടിട്ടുണ്ടാവും, അവരുടെ അഭിപ്രായം ചോദിക്കുക. എല്ലാത്ത ആളുകൾ നേരെ ഗുജറാത്ത് കലാപം എന്താണെന്ന് അറിയാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ചാനലിനെ കുറെ കിടക്കുന്നുണ്ട്, പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു സന്ദീപ് പോൾ സൈനിങ് ഓഫ്.